നമ്മുടെ മനസ്സിനെ എഫക്റ്റ് ചെയ്യുന്ന ചില മുറിവുകൾ. മനസ്സിന് എന്തെങ്കിലും ഒരു വേദന ഉണ്ടായിക്കഴിഞ്ഞാൽ അതിങ്ങനെ വിങ്ങിക്കൊണ്ടേയിരിക്കും. നമ്മുടെ പാരൻസ് ആണെങ്കിൽ അങ്ങനെ, നിങ്ങൾക്ക് ഏറ്റവും നല്ല ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരോട്. ഇനി അതല്ല, നിങ്ങൾക്ക് ഒരു സൈക്കോളജിസ്റ്റിനെ കാണണമെന്നാണെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ സംസാരിക്കുക. എൻട്രൻസ് എക്സാം എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ളൊരു ടാസ്ക് അല്ലല്ലോ. നമ്മൾ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യല്ലോ മക്കളെ. അപ്പോൾ നമുക്ക് മാനസികമായിട്ടുള്ള വല്ലാത്ത സമ്മർദ്ദങ്ങൾ ഉണ്ടാവും. മക്കളെ, ഈ ഒരു സമയത്തെ നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും, ഇനിയുള്ള ഈ ഒരു 5 മാസം കൊണ്ട് നമുക്ക് പഠിച്ചാൽ എത്തുമോ, എനിക്ക് നീറ്റ് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുമോ, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരോടെ ഒരു ചെറിയൊരു കഥ പറയാവേ. ഈ കഴിഞ്ഞ ദിവസം മഞ്ചേരിയിൽ എനിക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അങ്ങനെ മഞ്ചേരിയിൽ അവിടെ ഒരു ദിവസം പോയതാണ്. എൻ്റെ കൂടെ എൻ്റെ 2-3 ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളവിടെ ഇങ്ങനെ ഒരു മാളുണ്ട്, എനിക്കതിൻ്റെ പേര് മറന്നു കേട്ടോ. ആ മാളിൽ ഇങ്ങനെ ഇരുന്നിട്ട് അവിടെ ഫുഡ് കഴിക്കുക. ആ സമയത്ത് കുറച്ച് കുട്ടികളൊക്കെ അടുത്തടുത്തുള്ള ടേബിളിലൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഒരു കുട്ടി വന്നിട്ട് സംസാരിച്ചു. അവിടെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പഠിക്കുന്നതെന്ന് പറഞ്ഞു. എൻ്റെ അടുത്ത് പേര് പറഞ്ഞു. എനിക്ക് എവിടെയോ ആ പേര് എവിടെയോ ഒരു ഓർമ്മ ഉള്ളതുപോലെ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ സാറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതായത് കോവിഡിന് മുന്നേ 2019-20 ബാച്ചിൽ ഞാൻ മുന്നേ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിച്ചൊരു കുട്ടിയായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത് അവസാന സമയം വരേക്ക് മാർക്കൊക്കെ നല്ല കുറവായിരുന്നു അത്ര. അതായത് ഒരു 400 മാർക്കിനുള്ളിൽ ഇങ്ങനെ 400-450 റേഞ്ചിനുള്ളിൽ മാത്രം മാർക്ക് കണ്ടുകൊണ്ടിരുന്ന ഒരു കുട്ടിയാണ്. അവസാന സമയത്ത് ചുമ്മാ കുറേ ടെൻഷൻ അടിച്ചത്രേ. പക്ഷേ അവസാനം എനിക്ക് ഇന്നും ആ ഒരു നമ്പർ എൻ്റെ ഫോണിൽ നോക്കുമ്പോൾ ഞാൻ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നോക്കി, ആ മോൾ എനിക്ക് ഓർമ്മ ഉണ്ട്, പക്ഷേ എനിക്ക് മുഴുവനായിട്ടൊന്നും ഓർമ്മയില്ല, പക്ഷെ എവിടെയോ സംസാരിച്ചായിട്ട് ഓർമ്മയുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, സാറന്ന് ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്തിരുന്നു, അന്ന് ഭയങ്കര ഒരു കോൺഫിഡൻസ് തന്നിട്ടുണ്ടായിരുന്നു. ഉറപ്പായിട്ടും അന്നത്തെ അതൊക്കെ കൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ന് ഈ ഒരു കോളേജിൽ പഠിക്കുന്നത്. ഭയങ്കര സന്തോഷം തോന്നി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചില ആളുകൾ ചില സമയങ്ങളിൽ എന്താണോ അവർക്ക് വേണ്ടത് അത് കിട്ടാതെ പോകുമ്പോഴായിരിക്കും ചിലപ്പോൾ അവരുടെ റിസൾട്ടിനെ തന്നെ അത് എഫക്റ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്താണോ ഒരു സമയത്ത് വേണ്ടത് അത് നിങ്ങൾ ഉറപ്പായിട്ടും അത് നിങ്ങൾക്ക് ഉറപ്പായിട്ട് കിട്ടിയിരിക്കണം. അത് കിട്ടാനുള്ള സപ്പോർട്ട് നമ്മുടെ സ്ഥാപനത്തിൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടാവട്ടെ. നിങ്ങളിവിടെ പഠിക്കണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു മാനസിക വിഷമമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് കോൺടാക്ട് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്ക് സംസാരിക്കാം, പ്രശ്നങ്ങൾ ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകാം. പിന്നെ നല്ല ബുദ്ധിമുട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊരു പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഡോക്ടറിനെ കാണൂലേ. നിങ്ങൾക്ക് എന്തൊരു അസുഖം വന്നാലും നമ്മൾ ഡോക്ടറിനെ കാണൂലേ. എന്തിനൊരു ഈവൻ സർജറി വന്നാൽ പോലും നമ്മൾ പോയിട്ട് ഒരു സർജനെ കാണൂലേ. ഇതുപോലെ തന്നെ ഒരു പ്രശ്നം തന്നെയാണ് നമ്മുടെ മനസ്സിനെ എഫക്റ്റ് ചെയ്യുന്ന ചില മുറിവുകൾ. മനസ്സിന് എന്തെങ്കിലും ഒരു വേദന ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഇങ്ങനെ വിങ്ങിക്കൊണ്ടേയിരിക്കും. ഈ വിങ്ങലിനിടയിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും നല്ലൊരു റിസൾട്ട് അച്ചീവ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടായിരിക്കും. സോ മനസ്സിന് എന്തെങ്കിലും വേദന ഉണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ഒരാളോട് തുറന്ന് സംസാരിക്കുക. നമ്മുടെ പാരൻസ് ആണെങ്കിൽ അങ്ങനെ, നിങ്ങൾക്ക് ഏറ്റവും നല്ല ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരോട്. ഇനി അതല്ല, നിങ്ങൾക്ക് ഒരു സൈക്കോളജിസ്റ്റിനെ കാണണമെന്നാണെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ സംസാരിക്കുക. ചിലപ്പോഴേ അങ്ങനെ എന്തെങ്കിലും ഒരു വേദന ഉണ്ടായിട്ടുണ്ട്, ഒരു മുറിവ് ഉണ്ടായിട്ടുണ്ടെന്നാണെങ്കിൽ അതിനെ ഉണക്കിയിട്ട് നമുക്ക് മുന്നോട്ട് പോകണം. അത് ഹീലായാൽ മാത്രമേ നമുക്ക് നല്ലൊരു സ്കോർ വാങ്ങിക്കാൻ പറ്റൂ. മനസ്സിനുണ്ടാവുന്ന വേദനകൾക്ക് നമ്മൾ കാണിക്കേണ്ടത് ഒരു നല്ല സൈക്കോളജിസ്റ്റിനെ തന്നെയല്ലേ. വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുടെ സൈക്കാട്രി, ഇതൊക്കെ ട്രീറ്റ്മെൻറ്റ് തന്നെയാണ്. അല്ലാതെ നമുക്ക് ആർക്കും ഭ്രാന്ത് ഉണ്ടായിട്ടൊന്നുമല്ല നമ്മൾ പോകുന്നത്. ഇത് പലർക്കും ഉണ്ടാവും. എൻട്രൻസ് എക്സാം എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ളൊരു ടാസ്ക് അല്ലല്ലോ. നമ്മൾ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യല്ലോ മക്കളെ. അപ്പോൾ നമുക്ക് മാനസികമായിട്ടുള്ള വല്ലാത്ത സമ്മർദ്ദങ്ങൾ ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ അതിന് വേണ്ട രീതിയിൽ ഒരു കൺസൾട്ടേഷൻ തേടുക വേണ്ടത്. എന്നിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോവുക. ഇപ്പോഴും നമ്മുടെ മുന്നിൽ 5 മാസമില്ലേ. ഈ 5 മാസം നന്നായിട്ട് എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും നല്ല റിസൾട്ടിലേക്ക് നിങ്ങൾ എത്തൂലേ. എന്തിനാ ചുമ്മാ ടെൻഷനാവുന്നത്? ടെൻഷനൊക്കെ മാറ്റി വെച്ചിട്ട് മനസ്സിന് എന്തെങ്കിലും വേദനകളൊക്കെ ഉണ്ടെങ്കിൽ ഒരാളോട് തുറന്ന് സംസാരിക്കുക. ഇല്ലേ നല്ലൊരു സൈക്കോളജിസ്റ്റിനെ പോയിട്ട് കാണുക. ഓക്കെ, എല്ലാ പ്രശ്നങ്ങളും മാറും. വൈകി അവസാനം ഞാൻ എന്ത് ചെയ്യണമെന്ന് വിചാരിച്ച് ആലോചിച്ചിരുന്നു കഴിഞ്ഞാൽ ഒന്നും പറ്റൂല. സോ നല്ല മക്കളായിട്ടിരിക്കുക, എപ്പോഴും നല്ലത് ആലോചിക്കുക. നമുക്ക് വരാൻ പോകുന്ന റിസൾട്ട് അത് ഏറ്റവും ബെസ്റ്റായിട്ട് മാത്രം ചിന്തിക്കുക. നല്ല റിസൾട്ടിലേക്ക് എല്ലാവർക്കും എത്താൻ പറ്റട്ടെ. എപ്പോഴും സെൽഫ് മോട്ടിവേറ്റഡ് ആയിരിക്കുക. നിങ്ങൾ തന്നെ നിങ്ങൾക്ക് വേണ്ട മോട്ടിവേഷൻസ് കൊടുത്തുകൊണ്ടിരിക്കുക. ഏറ്റവും നല്ല കോളേജിലേക്ക് എത്തുക. ഓക്കെ മക്കളെ, കാണാം.